എത്ര പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടു, എത്ര പേര് ഡിപ്പെൻഡൻ്റ് ആയിട്ട്, അതായത് പാസ്പോർട്ട് പോയവരുണ്ട്, സർട്ടിഫിക്കറ്റ് പോയവരുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പോയ ആൾക്കാരുണ്ട്. ഒരുവിധം നല്ല മറ്റുള്ള രാജ്യങ്ങളിലോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. നടക്കുന്ന അവസ്ഥയുടെ 100% മാത്രമാണ്. അതുപോലെ തന്നെ അവിടെ ശരിക്കും നടക്കുന്ന കാര്യങ്ങളിൽ ആ 95% കവർ ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ശരിക്കും അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് സൈന്യവും പോലീസും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുമാണ്. വളരെ ചുരുക്കം ചില മീഡിയാസ് വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ചില സോഷ്യൽ മീഡിയ പേജുകൾ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ, അതായത് ഡിസാസ്റ്റർ നടന്ന സ്ഥലത്ത് ഇവാക്യുവേഷനെ പറ്റിയും ലോറി ഡ്രൈവർ മണ്ണിൻ്റെ അടിയിൽ അകപ്പെട്ട ആ ഒരു സിനാരിയോ തന്നെ നമുക്ക് എടുത്തു നോക്കാം. അതിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ പറയുന്ന സോഷ്യൽ മീഡിയയും മാസ് മീഡിയയും അന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നടത്തിയ ആളുകളെ കുറ്റപ്പെടുത്തിയതിൽ ഇന്ന് ഖേദിക്കുന്നു. നമസ്കാരം. ഇപ്പോൾ നിലവിലുള്ള ഒട്ടുമിക്ക 99% മാധ്യമങ്ങളും റൂമിലിരുന്നു കൊണ്ടും അല്ലെങ്കിൽ സേഫായിട്ടുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു രീതിയാണ് നിങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഏത് വിഷയത്തെ പറ്റിയാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ അല്ല, ഇനി മുമ്പ് നടന്നത് ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളിലും ഈ പറയപ്പെടുന്ന മാധ്യമങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ ഒരു ചെറിയൊരു ചാനലാണ്. ഞാൻ ഇപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ക്യാമറ കണ്ണുകൾ നേരെ ആ ഡിസാസ്റ്റർ നടന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ നിന്നും മറ്റും റവന്യൂ എനിക്ക് തീർച്ചയായിട്ടും ലഭിക്കുകയാണ്. അത്തരത്തിൽ ഞാനത് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ദുരന്തമുഖത്തു നിന്നും രക്ഷാപ്രവർത്തകരാണെന്ന വ്യാജേന അവിടെ ചെന്നെത്തി രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ചെയ്യാതെ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ചെയ്യുന്നവരെ തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർക്ക് തടസ്സമായി നിന്നുകൊണ്ട് അവിടെ നിന്നും ആൾക്കാരുടെ സ്വത്തും പണവും അപഹരിക്കുന്ന കുറേ തസ്കരന്മാരുടെ അല്ലെങ്കിൽ നീചന്മാരുടെ കൂട്ടത്തിൽ ഞാനും പെടും. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ക്യാമറ കണ്ണുകൾ തൽക്കാലം എൻ്റെ ഈ ഒരു സേഫ് സോണിൽ തന്നെ വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അല്ല, പക്ഷെ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മീഡിയ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വാർത്തകൾ തീർച്ചയായിട്ടും അവർക്ക് മണി ഏണിങ് ആക്ടിവിറ്റി മാത്രമാണ്. ഏകദേശം ഈ ഒരു ഡിസാസ്റ്റർ, ഞാൻ ഏത് ഡിസാസ്റ്ററാണെന്ന് ഓപ്പണായിട്ട് പറയാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം അടക്കം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്ത്, ഇല്ല ഇന്ത്യയുടെ പല ഭാഗത്ത് ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ ഇനിയും ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എൻ്റെ ഈ ചാനൽ വളരെ ചെറിയൊരു ചാനലാണ്. എനിക്ക് മറ്റൊരു ചാനലുണ്ട്, പക്ഷേ ഞാൻ ഇത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചില കണ്ടന്റ് ഇടുന്ന ഒരു ചാനലാണ് ഈ നിങ്ങളിപ്പോൾ എന്നെ കാണുന്ന ഈ ഒരു ചാനൽ. മലങ്കര റിപ്പോർട്ടർ എന്ന് ഞാനിപ്പോൾ നാമകരണം കൊടുത്തിട്ടുണ്ടെങ്കിലും ഭാവിയിൽ അത് മാറാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ അവരുടെ മണി ഏണിങ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് മാത്രമാണ് നിങ്ങളിലേക്ക് വാർത്ത എന്നുള്ള വ്യാജേന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ജെനുവിൻ ആണെന്നുള്ള വ്യാജേന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവർ തരുന്ന ഇൻഫർമേഷൻസ് വളരെ വാല്യുബിൾ ആണെന്ന വ്യാജേന നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ നടക്കുന്ന ഡിസാസ്റ്റർ, അതായത് ഡിസാസ്റ്റർ എവിടെ വേണമെങ്കിലും നടക്കുക. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എവിടെയാണ് ഈ ഡിസാസ്റ്റർ നടന്നത്, ഇല്ലെങ്കിൽ ഏതിനെപ്പറ്റി ആസ്പദമാക്കിയാണ് ഞാൻ പറയുന്നതെന്ന് ഓപ്പണായിട്ട് പറയാത്തത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം ഓടിയെത്തുന്നത് അവിടുത്തെ ജനങ്ങളാണ്. ആ ജനങ്ങൾ ഒരുവിധം ആൾക്കാരെ രക്ഷിക്കാനായിട്ട് നോക്കും. അവരാണ് ഫസ്റ്റ് രക്ഷാപ്രവർത്തകർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വളരെ നീചമായിട്ട് ആ ഒരു ഡിസാസ്റ്ററിൽ ജനങ്ങളെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ മൊബൈൽ ഫോൺ ക്യാമറകൾ ഉയർത്തിപ്പിടിച്ച് ആ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതും ഈ പറയുന്ന മാസ് മീഡിയ ആയാലും സോഷ്യൽ മീഡിയ ആയാലും ഇത് രണ്ടു കൂട്ടരും അത്തരത്തിൽ ഒരു പണ്ടൊക്കെ ചരമകോളം മാത്രം വായിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വ്യൂവേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില മാധ്യമങ്ങൾ മാത്രമാണ് ഈ പറയപ്പെടുന്ന വൈറൽ മീഡിയാസ്, അല്ലെങ്കിൽ ശവത്തെ പോലും മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു നീചമായ ഒരു പ്രവണതയുള്ള ആൾക്കാർ. അപ്പോൾ മീഡിയ, നമ്മളിപ്പോൾ ഈ ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞിട്ട് ആദ്യം എത്തുന്ന രക്ഷാസൈന്യം എന്ന് പറയുന്നത് ലോക്കൽ ആൾക്കാരാണ്. അതായത് ലോക്കൽ ഏരിയയിൽ താമസിക്കുന്ന, ആ സംഭവം നടന്ന എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ. പക്ഷേ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസാസ്റ്ററിൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ എന്നാൽ തന്നെയും അവരെ കൊണ്ടാവുന്നത് പോലെ അവർ ചെയ്തു. കാരണം അവർ നിൽക്കുന്ന ആ ഒരു ലാൻഡ് പോലും എപ്പോൾ വേണേൽ സ്ലൈഡിങ് ആവാം.
അപ്പോൾ അവർക്കും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. പിന്നീട് വരുന്നതാണ് നമ്മുടെ മീഡിയ. ഈ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന മീഡിയ തൊട്ട് മാസ് മീഡിയ തൊട്ട് ഉടനെ അവിടെ ക്യാമ്പിങ് ചെയ്യുകയാണ്. ഇവർ വന്നിട്ട് ശരിയായിട്ടുള്ള രക്ഷാസൈന്യത്തെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ നിന്നും വളരെ വിദഗ്ധമായിട്ട് അവരെ വഴിതെറ്റിച്ച് വിടാനും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ താരതമ്യം ചെയ്യാനും അവർ ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് ഇടങ്കോലിടാനും ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ല മീഡിയ ഒരിക്കലും ഇപ്പോൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ എത്തിപ്പെടുന്നത്. വളരെ ചുരുക്കം ചില മീഡിയാസ് വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ചില സോഷ്യൽ മീഡിയ പേജുകൾ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ, അതായത് ഡിസാസ്റ്റർ നടന്ന സ്ഥലത്ത് ഇവാക്യുവേഷനെ പറ്റിയും അവിടെ തുറന്നിട്ടുള്ള ക്യാമ്പുകളിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് അവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വളരെ കുറച്ച് ഇൻസ്റ്റാഗ്രാം പേജുകൾ അന്നന്ന് ആ നിമിഷം തന്നെ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു വലിയ സല്യൂട്ട്. അതായത് അവർക്ക് അറിയാം എങ്ങനെ ഈ ഒരു മീഡിയ യൂസ് ചെയ്യണം, ഈ ഒരു ഡിസാസ്റ്ററിന് ആപ്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇങ്ങനെയുള്ള മീഡിയാസിന് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സേഫ് സോണിൽ നിൽക്കുന്ന മീഡിയാസിന് ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ 100-ൽ ഒരു ശതമാനം, ഏറിപ്പോയ ഒരു 5% മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന് കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണം ഒരു ലോറി ഡ്രൈവർ മണ്ണിൻ്റെ അടിയിൽ അകപ്പെട്ട ആ ഒരു സിനാരിയോ തന്നെ നമുക്ക് എടുത്തു നോക്കാം. അതിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ന ഐഡൻറ്റിറ്റിപ്പെട്ട ഒരു അന്യസംസ്ഥാന ആൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അന്യസംസ്ഥാനത്ത് നിന്ന് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ മാസ്സായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റും ക്യാമ്പയിങ്ങും ഒക്കെ നടത്തുകയാണെങ്കിൽ എന്താണ് നമുക്ക് കൊടുക്കാനുള്ളൊരു മറുപടി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് തന്നെയാണ് അന്നും സംഭവിച്ചത്. ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിങ് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് മലയാളികൾക്ക് പണ്ടും അറിയാം, ഇപ്പം കുറച്ചും കൂടെ അടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയും മാസ് മീഡിയയും അന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നടത്തിയ ആളുകളെ കുറ്റപ്പെടുത്തിയതിൽ ഇന്ന് ഖേദിക്കുന്നു പോലുമില്ല. അവരെന്തൊക്കെയോ ന്യായങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും അത് കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഇന്ന് അതിൽ ഖേദിക്കുന്നു. നമ്മൾ അന്ന് അവർ പറഞ്ഞത് ശരിയായിരുന്നു, അന്ന് ഇവർ പറഞ്ഞത് ശരിയായിരുന്നു നമ്മളുടെ മനസ്സിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരുവിധം നല്ല മറ്റുള്ള രാജ്യങ്ങളിലോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇന്നത്തെ മീഡിയ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന 5% എന്ന് പറയുന്നത് ഈ 100% കവർ ചെയ്തിട്ടാണ് ഈ 5% നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ശരിക്കും അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് സൈന്യവും പോലീസും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുമാണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന ആൾക്കാരും അതിപ്പോൾ ഈ വാഹനപ്രേമികളാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ജസ്റ്റ് ഒരു അംശം മാത്രമാണ്. ശരിയായിട്ടുള്ള പ്രോപ്പർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് സൈന്യം തന്നെയാണ്. സൈന്യത്തിന് ഇത്രയും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ എന്തിനാണ്? അവരെന്തിനാണ് പിന്നെ അവിടെ എത്തിയത്? അവിടെ ചുമ്മാതെ നിൽക്കുകയാണെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? ഒരിക്കലും അല്ല. തീർച്ചയായിട്ടും സൈന്യം ആണ് അവിടെ മെയിനായിട്ട്. ആ ഒരു പാലം കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തത് ഒക്കെ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്. അവർക്കറിയാം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അവർക്ക് ഇതുപോലുള്ള ഉത്തരാഖണ്ഡ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രെയിനിങ്ങും അവിടെ നടത്തിയുള്ള കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയവരാണ് തീർച്ചയായിട്ടും അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എത്തപ്പെട്ടിരിക്കുന്നത്. നമ്മളതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ വിപുലപ്പെടുത്തുക. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മീഡിയാസ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇൻഫർമേഷൻസ് റോങ് ആണെന്നല്ല. ഇൻഫർമേഷൻ ശരിക്കും അവിടെ നടക്കുന്ന അവസ്ഥയുടെ 100-ൽ ഒരു 5% മാത്രമാണ്. അതുപോലെ തന്നെ അവിടെ ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ ആ 95%-യും കവർ ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചിന്ത, നമുക്കിനി ഈ ഒരു വിഷയത്തിൽ പോകേണ്ടത് റീഹാബിലിറ്റേഷൻ. ഇവരെ ഇനി എങ്ങനെ, അല്ലെങ്കിൽ അവിടെ ഇനി എന്ത്? തീർച്ചയായിട്ടും പല സംഘടനകളും ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇത്ര വീടുകൾ വെച്ച് കൊടുക്കാം, അതായത് വീടുകളാണ് നഷ്ടപ്പെട്ടത് പോയത്, അതായത് അവിടെ പൊലിഞ്ഞ ജീവനുകൾക്ക് പകരം വെക്കാൻ ഒന്നുമില്ല. നമുക്ക് വീടുകൾ പകരം വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിലും സ്കൂൾസ് ആണെങ്കിലും നമ്മൾ റീബിൽഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകൾ. അപ്പോൾ പല സംഘടനകളും വീടുകൾ വെച്ച് കൊടുക്കാനായിട്ട്
മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു പോയിൻ്റാണ്. കാരണം മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള പല ഫണ്ട് കളക്ഷൻസും പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പല ഉദാഹരണങ്ങളുണ്ട്. വിദേശത്ത് നിന്നും പണം അയച്ച പല വ്യക്തികളും പിന്നീട് വിവരാവകാശ നിയമപ്രകാരവും അല്ലാതെയും അവർ കൊടുത്ത ഫണ്ട് എന്തായി എന്നുള്ള ഒരു അപ്ഡേറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് അത് കൊടുക്കാനുള്ള പ്രോപ്പറായിട്ടുള്ള മറുപടി ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കയ്യിലില്ലായിരുന്നു. ഞാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം കുറ്റം പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്തിട്ടാവണം ഡയറക്റ്റ്, അതായത് ആളുകളിലേക്ക് നേരിട്ട് ആളുകൾ ഭവനങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പം വന്നിരിക്കുന്നത്. അതെന്നിരുന്നാൽ തന്നെ നല്ലൊരു പ്രാക്ടീസാണെന്ന് ചിലർക്ക് തോന്നാം, ചിലർക്ക് തോന്നാതിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു സഹോദരൻ വേദനപ്പെടുമ്പോൾ സഹായിക്കേണ്ടത്, ഡയറക്റ്റായിട്ട് സഹായിക്കേണ്ടത് മറ്റൊരു സഹോദരൻ തന്നെയാണ്. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും ആ റീഹാബിലിറ്റേഷൻ, അതിൽ ഈ ബിൽഡിങ് കാര്യങ്ങൾ വെച്ച് കൊടുക്കുക എന്നുള്ളത് ആപ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ കുറച്ചുകൂടെ സേഫായിട്ടുള്ള സ്ഥലത്ത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പിന്നീട് ഇതിൽ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, വളരെ ഇപ്പോൾ അത് ചെയ്യണം, അല്ലെങ്കിൽ അത് പിന്നീട് ഗവൺമെൻറ്റിൻ്റെ വളരെയധികം ഇൻവോൾവ്മെൻറ്റ് വേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ പാസ്പോർട്ട് പോയവരുണ്ട്, സർട്ടിഫിക്കറ്റ് പോയവരുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പോയ ആൾക്കാരുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഈ ബാക്കിയുള്ള ആൾക്കാർ അവരുടെ കൂടെയുള്ള ജീവിതം പോയി നിൽക്കുകയാണ്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ജീവനുകൾ പോയി നിൽക്കുകയാണ്. പകരം അവർ അത്രയും നാൾ നേടിയെടുത്ത അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവർ നേടിയെടുത്ത കഷ്ടപ്പാടുകളുടെ ഒരംശമാണ് ഈ സർട്ടിഫിക്കറ്റ്സിലുള്ളത്. അത് തിരിച്ച് കിട്ടാനായിട്ട് യൂണിവേഴ്സിറ്റികളുടെ, അതുപോലെ തന്നെ പാസ്പോർട്ട് ഓഫീസിൻ്റെ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ എല്ലാം ഒരു എന്താ പറയുക, ഒരു ഓഫീസുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാമ്പുകൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇനി തുറക്കണം. അതായത് ഉടനെ വേണമെന്നല്ല, ഉടനെ പക്ഷേ താമസിക്കാൻ പാടില്ല. ഉടനടിയായിട്ട് അവർക്ക് വേണ്ട ഇതിൻ്റെ ഒരു ബാക്കപ്പ്, ഒരു സ്ട്രാറ്റജി പ്ലാൻ കാര്യങ്ങളൊക്കെ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇനിയും ഡിസാസ്റ്ററുകൾ ഇനിയും തുടരുമെന്നാണ് കേരളത്തിൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഭൂപ്രകൃതിയിൽ പല സ്ഥലങ്ങളിലും കാണുന്നത്. അവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിൽ പലരുടെയും പാസ്പോർട്ട് ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ട് വാട്ടർ ഡാമേജ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് പുതുക്കേണ്ട സമയമായപ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും റിന്യൂവേഷൻ വന്നപ്പോഴത്തേക്ക് ഫ്ലഡ്, അതായത് ഈ വാട്ടർ ഡാമേജിൻ്റെ പേരിൽ ഏകദേശം 1500 രൂപയോളം ഫൈൻ വരുന്നുണ്ട്. പാസ്പോർട്ടിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. പിന്നെ അന്നത്തെ സമയത്തൊക്കെ ചിലപ്പോൾ അത് ചെറിയൊരു ഡാമേജ് കാണുകയുള്ളൂ, പക്ഷെ സ്റ്റിൽ അത് യൂസബിൾ ആണ്. അങ്ങനെ പോയിട്ട് വന്ന ആൾക്കാരുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കേസസ് ഇനി ഉണ്ടാവാൻ പാടില്ല. കാരണം ഓൾറെഡി ഒരു ഡിസാസ്റ്റർ സഫർ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പിന്നെയും അവരുടെ പ്രഹരം ഏൽപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല. അപ്പോൾ ഈ വീഡിയോയിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളിലേക്ക് എത്തേണ്ട മീഡിയാസ് നിങ്ങളെ വഞ്ചിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവർക്ക് വേണ്ട റീഹാബിലിറ്റേഷനിലെ 2 പോസിബിലിറ്റീസ്, 2 കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഒന്ന്, അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള അത് കിട്ടാനായിട്ട്. ഒന്നാമത്തെ കാര്യം, അതിൽ പ്രയോറിറ്റി വരുന്നത് വീടുകൾ വെച്ച് കൊടുക്കുന്നത്, റീബിൽഡ് ചെയ്യുക. അവർക്ക് നഷ്ടപ്പെട്ട കെട്ടിടങ്ങളെങ്കിലും അതായത് അവർക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു പാർപ്പിടം ഒരുക്കി കൊടുക്കുക. അവർക്ക് വേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽസുകൾ റീബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെ. നിങ്ങൾക്കും ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ചെറിയൊരു ചാനലാണ്. ഒരു 2 പേരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞാലും എനിക്ക് സന്തോഷം. ശരിക്കും ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈ വീഡിയോ എനിക്ക് വേണമെങ്കിൽ വയനാട്ടിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസാസ്റ്റർ നടന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്ത് കാശുണ്ടാക്കാൻ എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ ശ്രമിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനിയെങ്കിലും നമ്മൾ ഇത്തരത്തിൽ ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ നിങ്ങളെക്കൊണ്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവിടെ എന്താണ് കാര്യങ്ങൾ, എന്താണ് അവസ്ഥ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു വെബ്സൈറ്റ്സും കാര്യങ്ങളുമൊക്കെ, അതായത് സംഭവം ഉണ്ടായിട്ട് ഉടനെ തന്നെ നമുക്ക്
അത് കിട്ടാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് ബോഡീസ് അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് കൊണ്ട് എടുക്കണം. അറ്റ്ലീസ്റ്റ് ഇപ്പം നടന്ന ഡിസാസ്റ്ററിൽ പോലും എത്ര പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടു, എത്ര പേര് ഡിപ്പെൻഡൻ്റ് ആയിട്ട്, അതായത് അഡോപ്റ്റ് ചെയ്യേണ്ട കേസസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഗവൺമെൻറ് ചാനലിൽ അങ്ങനെ കിട്ടേണ്ട ഒരു സാഹചര്യം ഗവൺമെൻറ്റുകൾ ഒരുക്കേണ്ടതാണ്. അതും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അത് അവിടെയുള്ള ലൈഫ് സേവ് ചെയ്യാൻ മാത്രമേ അവർ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ്സ് എടുക്കത്തുള്ളൂ. അതാണ് അവർ ചെയ്യേണ്ടതും. രണ്ടാമത് ചെയ്യേണ്ട ഒരു ഇമ്മീഡിയറ്റ് കാര്യങ്ങൾ കൂടെയാണ് ഈ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഞാൻ ഒരിക്കലും പറയില്ല. താങ്ക് യു.